നിർണായക നീക്കവുമായി കോൺഗ്രസ്. മമതാ ബാനർജിയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് സോണിയാഗാന്ധി എന്ന വാർത്തയാണ് വരുന്നത്. കോൺഗ്രസിന്റെ ദേശീയ ഉപാധ്യക്ഷയാക്കാം മമതാ ബാനർജിയെ എന്ന വാഗ്ദാനമാണ് സോണിയാഗാന്ധി മമതാ ബാനർജിക്ക് നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയെ മമതാ ബാനർജി കണ്ടിരുന്നു. ഇന്ന് അഭിഷേക് ബാനർജി രാഹുൽ ഗാന്ധിയെ കാണുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. ഈ സമയത്താണ് ഇപ്പോൾ മമതാ ബാനർജിയെ കോൺഗ്രസിലേക്ക് സോണിയാഗാന്ധി ക്ഷണിച്ചിരിക്കുന്നത്. മമതാ ബാനർജി തീരുമാനം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ കോൺഗ്രസിന്റെ ദേശീയ നേതാവായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷയായിരുന്നു മമതാ ബാനർജി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കുടുംബത്തിലേക്കൊരു മടങ്ങിവരവ് എന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ കോൺഗ്രസിൽ നിന്ന് മാറിയാണ് പിന്നീട് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി രൂപീകരിച്ചത്. ആ പാർട്ടിയുടെ ഹൈക്കമാൻഡും അന്തിമ തീരുമാനവുമെല്ലാം മമതാ ബാനർജി തന്നെയാണ് കൈക്കൊള്ളുക. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ മമതാ ബാനർജി ആ നിലയിൽ സോണിയാഗാന്ധിയുടെ വാഗ്ദാനത്തിന് അനുകൂലമായി മാറുന്നതിനുള്ള സാധ്യതയുണ്ട്. ദിലീപ് കുമാർ, നിർണായകമായ രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. മമതാ ബാനർജിയെ, പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് സോണിയാഗാന്ധി. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയും മമതാ ബാനർജിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ചതായാണ് സൂചന. ഇന്ന് അഭിഷേക് ബാനർജി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇത് പ്രധാനമായും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ടുപോക്കുമായി ബന്ധപ്പെട്ടാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് ഈ അഭിഷേക് ബാനർജിയുമായി അടുപ്പമുള്ളവർ അറിയിച്ചതെങ്കിലും സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയും ആവർത്തിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇക്കാര്യത്തിൽ മമതാ ബാനർജിയുടെ തീരുമാനം നിർണായകമാകും. കാരണം സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് തൃണമൂൽ കോൺഗ്രസ് കടന്നു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 41% വോട്ടുകൾ ലഭിച്ചെങ്കിലും നിയമസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും പാർട്ടിക്ക് കൈവിട്ടു പോവുകയും വിമത വിഭാഗം പാർട്ടിയിൽ ശക്തി ആർജിക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ലോക്സഭാംഗങ്ങളും അതേ വഴിയിൽ തന്നെ പോവുകയാണ്. 23ഓളം ലോക്സഭാ എംപിമാർ, പാർട്ടിക്ക് ആകെ 28 ലോക്സഭാ എംപിമാരാണ് ഉള്ളത്. അതിൽ 23 പേരും വിമത ക്യാമ്പിലേക്ക് ഇതിനകം തന്നെ എത്തിയ ഒരു സാഹചര്യമുണ്ട്. മമതയ്ക്കൊപ്പം ഉള്ളത് നിലവിലിപ്പോൾ 5 പേർ മാത്രമാണ്. ഒപ്പം തന്നെ രാജ്യസഭാ അംഗങ്ങൾ തുടർച്ചയായി രാജിവെക്കുന്നു. എത്ര പേർ മമതയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യം. പാർട്ടി ഏതാണ്ട് മമത തന്നെ 97-ൽ രൂപീകരിച്ച തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി, അത് മമതയ്ക്ക് നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം എംപിമാരും MLA-മാരിലെയും മഹാഭൂരിപക്ഷം വിട്ടൊഴിയുന്നതോടെ മമത ഏതാണ്ട് പാർട്ടിയിൽ ഏകയായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അഭിഷേക് ബാനർജിയും മമതയും മാത്രമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം. എന്തായാലും ഈ 29 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോൺഗ്രസിലേക്കൊരു മടങ്ങിവരവ്, അതിനുള്ള തീരുമാനം മമതാ ബാനർജി എടുക്കുമോ എന്നുള്ളത് ഏറ്റവും നിർണായകമായി മാറും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസിന്റെ MLA-മാരും MP-മാരും കക്ഷി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ മമതയെ വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മമതയ്ക്ക് ഇപ്പോഴും ഗ്രൗണ്ടിൽ വലിയ പിന്തുണയുണ്ട് എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. കാരണം 41% വോട്ടുകൾ എന്നാൽ ചെറിയ സംഖ്യയല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വോട്ട് മമതയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മമതയെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നിലുള്ളത് വളരെ കുറഞ്ഞ വഴികൾ മാത്രമാണ്. വിമതപക്ഷം ശക്തമാകുന്നതോടെ നിയമ പോരാട്ടം നടത്തിയാലും അതിൽ വിജയസാധ്യതയില്ല. മറ്റൊന്ന്, അഭിഷേക് ബാനർജിയോടാണ് വിമത വിഭാഗം പ്രധാന എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ തന്നെ വിമതപക്ഷത്തെ തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന ആത്മവിശ്വാസവും ഇപ്പോഴില്ല. കാരണം BJP ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു വഴി എന്നുള്ളത് ജനങ്ങളുടെ പക്ഷത്തേക്ക് ഇറങ്ങുക, ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രചരണം നടത്തി ഈ ഇത്തരത്തിൽ കൂറുമാറിയ നേതാക്കൾക്ക് എതിരെ ജനവികാരം ശക്തമാക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിന് കഴിയാവുന്ന രാഷ്ട്രീയ സംഘടനാ ശേഷി ഇപ്പോൾ തന്നെ പാർട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കനത്ത പരാജയത്തിന് ശേഷം പ്രാദേശിക നേതാക്കൾക്കെതിരെ പോലും വികാരം എതിരാണ്. അവരെ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മമതയ്ക്ക് ജനപിന്തുണയുണ്ടെങ്കിലും അത് നേരിട്ട് മമതയ്ക്ക് ഗുണം ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസിലേക്ക് മമതയെ ക്ഷണിക്കുന്നതിലൂടെ മമത കോൺഗ്രസിലെത്തുകയാണെങ്കിൽ ഇത് കോൺഗ്രസിനും പശ്ചിമ ബംഗാളിൽ ഏറെ ഗുണം ചെയ്യുമെന്നും ഒപ്പം തന്നെ മമതയ്ക്കും വ്യക്തിപരമായി അത്
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആശ്വാസമാകും എന്ന കണക്കുകൂട്ടലാണ് ഉള്ളത്. എന്തായാലും മമത ഈ ഒരു ക്ഷണം സ്വീകരിക്കുമോ, എന്തായിരിക്കും അടുത്ത രാഷ്ട്രീയ നീക്കം എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഒരിക്കലും വിട്ടുപോകില്ല എന്ന് മമത വിശ്വസിച്ചിരുന്ന പല നേതാക്കളും വിട്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ വിമത നീക്കത്തിന് ശേഷമാണ് സയോണി ഘോഷിനെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അധ്യക്ഷയായി മമതാ ബാനർജി പുനഃസംഘടിപ്പിച്ചത്. പാർട്ടി എന്നാൽ സയോണി ഘോഷും വിമതപക്ഷത്തേക്ക് എത്തിയിരിക്കുന്നു. മമതയ്ക്കെതിരായി ഒപ്പുവെച്ചവരിൽ സയോണി ഘോഷിന്റെ പേരുമുണ്ട്. ഇത്തരത്തിൽ വിശ്വസ്തര് എന്ന് കരുതിയിരുന്ന ഓരോരുത്തരായി പക്ഷം മാറുന്നതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും എത്ര പേർ പോകും എന്നറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കോൺഗ്രസിൽ നിന്നെത്തിയ സുസ്മിത ദേവിനെ, അസമിലെ ആഭ്യന്തര പ്രശ്നത്തെ തുടർന്ന് കോൺഗ്രസ് വിട്ട സുസ്മിത ദേവിനെ ഉടൻ തന്നെ പാർട്ടിയിലേക്ക് എടുത്ത് രാജ്യസഭയിലേക്ക് അയച്ചതാണ് മമത. എന്നാൽ സുസ്മിതയും ഇന്ന് രാവിലെ രാജിവെച്ച് മമതാപക്ഷം വിട്ടൊഴിഞ്ഞ് BJP-യിലേക്ക് പോകുന്നതിനായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ മമത കടന്നു പോകുമ്പോൾ അതിനെ ആ ഒരു സാഹചര്യം അത് പാർട്ടിക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ആശയമാണ് സോണിയാഗാന്ധി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മമതാ ബാനർജിയുടെ തീരുമാനം തന്നെയായിരിക്കും ഇനി നിർണായകമാവുക. ഒപ്പം ഉള്ളത് വളരെ വിശ്വസ്തർ എന്ന് ഇപ്പോഴും കരുതുന്ന ഡെറിക് ഒബ്രയൻ, കല്യാൺ ബാനർജി അടക്കമുള്ള മൗവ മൊയ്ത്ര തുടങ്ങിയ വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ മമതാ ബാനർജിക്ക് ഒപ്പമുള്ളത്. അവരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉള്ളത്. മുതിർന്ന നേതാക്കൾ, പാർട്ടിയുടെ രൂപീകരണത്തിൽ മമതയ്ക്കൊപ്പം തന്നെ തോൾ ചേർന്ന് പ്രവർത്തിച്ച നേതാക്കൾ, സൗഗത റോയും അടക്കമുള്ള നേതാക്കൾ, അവർ പോലും വിമതപക്ഷത്തോട് അടുത്ത് നിൽക്കുന്നു ഇപ്പോൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇരുവരും മമതാ ബാനർജിയുമായി കാര്യമായ ആശയവിനിമയം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നടത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ താനുമായി അടുപ്പമുള്ള നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും മമതാ ബാനർജി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. സോണിയാഗാന്ധിയുടെ ക്ഷണത്തിന് അനുകൂലമായ ഒരു തീരുമാനം മമതാ ബാനർജി എടുക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ ഭാവി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഊർജം പശ്ചിമ ബംഗാളിൽ നൽകുന്ന ഒരു തീരുമാനമായിരിക്കും. എന്തായാലും മമതയുടെ അടുത്ത നീക്കം എന്ത് എന്നുള്ളത് തന്നെയാണ് ഇനി ഏറ്റവും നിർണായകം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.